ഹായ് ഗൈസ്, പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഭിയുടെ കള്ളത്തരങ്ങൾ ഇങ്ങനെ അറിയാതെ അങ്ങ് പോവാണ്. അതേസമയം ദേവയാനിയും എല്ലാ സത്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദർശിൻ്റെ കുഞ്ഞല്ല, അഭിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ള കാര്യം മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാം. പക്ഷേ അവിടെയുള്ള വേറെ ചിലരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. നവ്യാണെങ്കിലും ആദർശിൻ്റെ കുഞ്ഞാണെന്നുള്ള രീതിയിൽ ആദർശിനെ ആ കുഞ്ഞിനെ വല്ലാതെ വെറുക്കുകയും ഭയങ്കരമായിട്ട് ആ കുഞ്ഞിനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ശേഷം നവ്യയ്ക്ക് കാര്യം പിടികിട്ടുകയാണ് കേട്ടോ. അഭിയുടെ സംഭാഷണത്തിൽ നിന്നും അഭി ഫോൺ വിളിക്കുന്നതും അതിനുശേഷം അഭിയുടെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും എല്ലാ വിവരങ്ങളും നവ്യയ്ക്ക് കിട്ടുകയാണ്. പക്ഷെ നവ്യ അതൊന്നും പെട്ടെന്നൊന്നും പുറത്തു പറയുന്നില്ല. അങ്ങനെ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്തുമോളെ നന്നായിട്ട് സ്നേഹിക്കാൻ തുടങ്ങാണ് കേട്ടോ ദേവയാനി. കാരണം ദേവയാനിയും സത്യങ്ങളെല്ലാം അറിഞ്ഞു. കിരണിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ദേവയാനി അറിയാണ്. കിരണും പറയുന്നുണ്ട് ആദർശിൻ്റെ കുഞ്ഞല്ല അത് എന്ന് പറയാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ആദർശ് ഇതെല്ലാം എടുത്ത് പിന്നെ തലയിൽ വച്ചിരിക്കുന്നത് എന്ന് ദേവയാനി ചോദിക്കുമ്പം കിരൺ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ളത് ആദർശിനോട് തന്നെ ചോദിക്കണം. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ വന്നിട്ട് ദേവയാനി അത് നയനയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട് അമ്മ അറിഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, അമ്മ വന്ന് അനഘയെ ഒന്ന് കാണണം എന്ന് പറയാണ്. അങ്ങനെ ദേവയാനിയും നയനയും കൂടി പോയി അനഘയെ കാണുകയും അനഘയോട് സംസാരിക്കുകയും അനഘയെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചന്തുമോളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റിട്ടുണ്ടെന്ന് നയന പറയാണ്. അവൾ ഞങ്ങളുടെ സ്വന്തം മോളെ പോലെ അവിടെ അനന്തപുരിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനഘ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് സത്യങ്ങളൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ അനഘയ്ക്കും അറിയാമല്ലോ, ഞാൻ ആദർശിനെ ഒരുപാട് തെറ്റിദ്ധരിക്കുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് നയനയോട്, പിന്നെ എന്തിനാണ് ആദർശ് ഇതെല്ലാം എടുത്ത് തലയിൽ വെച്ചത്, പിന്നെ ആരാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയാണ് അത് പിന്നെ വേറെ ആരാണ്, മുത്തച്ഛൻ്റെ കൊച്ചുമക്കളിൽ ഒരാളെന്ന് പറയുമ്പം അത് അഭി തന്നെയാണ്. ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അവൻ ഇത്രയൊരു കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അവന് ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് അവിഹിത ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കൊച്ചുണ്ടെന്നും ആ കൊച്ചിനെ അനന്തപുരി കൊണ്ടുവന്നിട്ട് പോലും അതിനെ ഏറ്റെടുക്കാൻ തയ്യാറാവാതെ ആദർശിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. അവൻ്റെ കാരണം നോക്കി രണ്ടെണ്ണം പൊട്ടിച്ച് ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത് എന്ന് ദേവയാനി പറയുക. അപ്പം നയന പറയുന്നുണ്ട് അതൊന്നും വേണ്ടമ്മേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുത്തശ്ശൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കാരണം മുത്തശ്ശനും ഈ വിവരങ്ങളൊക്കെ അറിയാം, മുത്തശ്ശിക്കും അറിയാം. അതുകൊണ്ട് തന്നെ മുത്തശ്ശനാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് പറയണ്ട, തൽക്കാലം ആദർശിൻ്റെ കുഞ്ഞായിട്ട് തന്നെ പോട്ടെ എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അച്ഛൻ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്തൊക്കെയാണല്ലോ നിൽക്കുന്നത്, എന്നിട്ടിങ്ങനെ ആദർശിനെ അപമാനിക്കാൻ കൂട്ടു നിൽക്കുമോ എന്ന് ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട് അതിൽ വേറൊരു കാര്യമുണ്ട്, എന്താന്ന് വെച്ചാൽ നവ്യേച്ചിയുടെ കാര്യമാണെന്ന് പറയണം. നവ്യേച്ചി ആ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അനന്തപുരിയിലേക്ക്. ഇപ്പോൾ തന്നെ ആദർശേട്ടനാണ് ചന്തുമോളുടെ അച്ഛനെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നവ്യേച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ്. ആദർശേട്ടനോട് ഭയങ്കര വെറുപ്പാണ്. എത്രമാത്രം ആരാധനയോടെ ആദർശേട്ടനെ കണ്ടതാ നവ്യേച്ചി. എന്നിട്ടിപ്പം എന്തെല്ലാമാണ് ആദർശേട്ടനെ പറയുന്നതെന്നറിയാവോ? പോരാത്തതിന് ആ ചന്തുമോളോട് ഭയങ്കര ദേഷ്യമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ജീവിതം നശിപ്പിച്ചല്ലോ, എന്നെ ആദർശേട്ടൻ ചതിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് നവ്യേച്ചിക്ക് ഈ വിഷമം. പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങനൊരു തെറ്റ് അഭിയാണ് ഇതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നവ്യേച്ചി പറഞ്ഞത് ആ നിമിഷം അവനെ വെട്ടിക്കൊല്ലുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്ഥിതിക്ക് അഭിയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞാൽ അഭിയെ ചിലപ്പോൾ നവ്യേച്ചി വെട്ടിക്കൊല്ലില്ലായിരിക്കും. പക്ഷേ ഈ അനന്തപുരി വിട്ട് ഇറങ്ങും, ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകും. അനന്തപത്മനാഭൻ ഈ വീട്ടിൽ വളരേണ്ട കുഞ്ഞല്ലേ, ഇവിടുത്തെ വരുന്ന തലമുറയല്ലേ, അതിനെ എടുത്തുകൊണ്ട് നവ്യേച്ചി സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലോ? നന്ദാവനത്തിൽ അങ്ങനെ ചെന്ന് കയറുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥ എന്താവും? വല്ലാത്ത വിഷമമാവും. കാര്യം മകളെ ചതിച്ച ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ അവരൊരിക്കലും നവ്യേച്ചിയെ നിർബന്ധിക്കില്ല. എങ്കിലും ആ കുഞ്ഞുമായിട്ട് നവ്യേച്ചി അവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഓർക്കുമ്പം അതൊക്കെ ഓർത്തിട്ടാണ് മുത്തശ്ശൻ പറഞ്ഞത് തൽക്കാലം ഇത് പറയണ്ടെന്നുള്ള കാര്യം. പിന്നെ ഒരു അവസരം കിട്ടുമ്പോൾ ഇതെല്ലാം വെളിവാകുമെന്നും സത്യം എന്നായാലും പുറത്തു വരുമെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു. അന്ന് ആദർശേട്ടൻ ആവുന്നത്ര നിർബന്ധിച്ചതാണ് അത് പറയാനായിട്ട്. പക്ഷെ മുത്തശ്ശൻ അപ്പോൾ ഒരു നെഞ്ചുവേദന പോലെ വന്നു. മുത്തശ്ശൻ പറഞ്ഞു ഈ കുടുംബം ശിഥിലമാകാൻ പാടില്ല, ഇവിടെ വരും തലമുറയിലെ കുഞ്ഞാണ് നവ്യയുടേത്, അതുപോലെ തന്നെ ചന്തുമോളും രണ്ടും ഒരച്ഛൻ്റെ മക്കളാണ്.
അതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വേർപിരിഞ്ഞ് എല്ലാവരും പോകരുത്. അതുകൊണ്ട് ആദർശേ, നീ കുറച്ച് നാൾ കൂടി ഇത് സഹിക്കണം എന്ന് പറയാണ്. അങ്ങനെയാണ് ആദർശേട്ടനും ഞാനും തീരുമാനിച്ചത് നവ്യച്ചയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് ഈ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്നുള്ള കാര്യം. അപ്പം ദേവയാനി പറയാണ്, നീ പറഞ്ഞതൊക്കെ ഒരു കണക്കിന് ശരി തന്നെയാണ്. നവ്യയുടെ ജീവിതം തകർന്നു പോകും. അബിയെപ്പോലുള്ള ഒരുത്തൻ്റെ കൂടെ അവൾ ജീവിക്കുന്നതിന് നല്ലത് അങ്ങനെ അങ്ങ് പിരിഞ്ഞു പോകുന്നത് തന്നെയാണെന്ന് പറയാം. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാണമ്മേ, പക്ഷേ തൽക്കാലം ആ കുഞ്ഞിനെ ഓർത്ത് നമുക്കിത് ക്ഷമിക്കാമെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയാണ്, എൻ്റെ മനസ്സിനിപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നുക. ഇത്രയും നാൾ ഞാൻ ശ്വാസം പിടിച്ചാണ് ഞാൻ ജീവിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് ആദർശിൻ്റെ ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും എല്ലാ തെളിവുകളും അവനെതിരായപ്പോൾ പിന്നെ എനിക്കതിനൊന്നും പറയാനില്ലായിരുന്നു. ഞാൻ ആദർശവാനായിട്ട് വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ മകൻ തന്നെ ഇങ്ങനൊരു തെറ്റ് ചെയ്തല്ലോ എന്ന് ഓർത്തു. പിന്നെ ഞാൻ മരണക്കിടക്കയിൽ കിടന്നപ്പോൾ എനിക്ക് കരൾ പകുത്തു തന്നവളാ നീ. നിന്നെയും അവൻ ചതിച്ചല്ലോ എന്ന് ഓർത്തപ്പം എനിക്ക് അവനെ അംഗീകരിക്കാനേ പറ്റിയില്ല. അപ്പോൾ നയന പറയാണ്, ആദർശേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അമ്മ കൂടി ആദർശേട്ടനെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞപ്പോൾ ആ പാവം ആകെപ്പാടെ തളർന്നു പോയി എന്ന് പറയാണ്. അമ്മ ആദർശേട്ടനെ കണ്ട് സംസാരിക്കണം, തെറ്റിദ്ധാരണയെല്ലാം മാറിയെന്ന് അറിയിക്കണം. അത് ആ മനസ്സിന് ഒരുപാട് ആശ്വാസമാകുമെന്ന് പറയാണ്. അതുപോലെ തന്നെ അമ്മ ചന്തുമോളെ സ്നേഹിക്കണം. അബിയുടെ കുഞ്ഞാണ് ചന്തുമോള്. അവള് നമ്മുടെ വീട്ടിൽ വളരേണ്ടതാണ്. അതുമല്ല, എൻ്റെ ആദർശേട്ടൻ്റെ കുഞ്ഞായിട്ടാണ് അവളിപ്പോൾ വളരുന്നത്. അമ്മയെ അങ്ങനെ തന്നെ ആ കുഞ്ഞിനെ കാണണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിനെന്താ നയനെ, എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറി. എനിക്ക് ചന്തുമോളോട് ശരിക്കും ദേഷ്യമൊന്നുമില്ല. ഒരു പാവം കുഞ്ഞ്. പക്ഷേ ഇങ്ങനെ ആദർശം ചെയ്തല്ലോ എന്നോർത്തപ്പോൾ അവനോടുള്ള വെറുപ്പാണ് ഞാൻ ആ കുഞ്ഞിനോടും കാണിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയാം. അങ്ങനെ അവർ അനന്തപുരിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം ആദർശിനെ കണ്ട് ദേവയാനി സംസാരിക്കുന്നൊക്കെയുണ്ട്. ദേവയാനി ആദർശിനോട് പറയുന്നുണ്ട്, മോനെ, സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. ഒരമ്മ നിന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുതാഞ്ഞു. നിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഞാൻ തന്നെയായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റിയില്ല. നീ നയനെ വഞ്ചിച്ചെന്നറിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നത് നിന്നോട്. അതാ ഞാൻ പിന്നെ മറ്റൊരു കാര്യവും നീ പറഞ്ഞത് അംഗീകരിക്കാതിരുന്നത്. അപ്പോൾ ആദർശ് പറയാൻ, അതൊക്കെ എനിക്ക് മനസ്സിലായമ്മേ. ഇപ്പം അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറഞ്ഞു, അറിഞ്ഞു. കിരണിനോട് ഞാൻ സംസാരിച്ചിരുന്നു. പിന്നീട് നയനെ എന്നെ അനഘയുടെ അടുത്ത് കൊണ്ടുപോവുകയും കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുകയും ചെയ്തു എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. അബിയുടെ കാര്യം എല്ലാവരോടും പറയാത്തത്. അബി ചന്തുമോളെ അപായപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട്. കാരണം മുത്തശ്ശൻ അത് പേടിയാണ്, ആ കുഞ്ഞിനെ എങ്ങാനും അവൻ ഇല്ലാതാക്കുമോ എന്നുള്ള കാര്യം. അനഘയും ഇപ്പോൾ ഈ കിടപ്പിലായിരിക്കുന്നത് അവനെന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നുള്ള കാര്യവും മുത്തശ്ശന് പേടിയുണ്ട്. അതുകൊണ്ടാണ് മുത്തശ്ശൻ പറഞ്ഞത് ഉടനെ ഇത് വെളിവാക്കാൻ പോകണ്ട എന്നുള്ള കാര്യം. അതുപോലെ നവ്യയുടെ ജീവിതവും മുത്തശ്ശൻ ഓർത്തിട്ട് തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാനായിട്ട് ഇതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിന് നല്ല തെളിവ് വന്നു. എനിക്ക് നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, ആ കുഞ്ഞിനെയും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവർ ഭയങ്കര സന്തോഷമായിട്ട് ജീവിച്ചു പോവുകയാണ്. അതേസമയം നമ്മുടെ അഭിയാണെങ്കിൽ ഓരോ നിമിഷവും നവ്യയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചന്തുമോളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആദർശിനെ വെറുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അതെ അഭി, നിനക്ക് 3 കമ്പനികളുടെ ചുമതല തരാമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പം അഭി പറയുന്നുണ്ട്, 3 പറഞ്ഞില്ലടി, 1 കമ്പനിയുടെ ചുമതല തരാമെന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് 3 കമ്പനികളുടെ ചുമതല. അപ്പം നവ്യ പറയുന്നുണ്ട്, അതെ, എന്നിട്ട് നിനക്ക് ആ 1 കമ്പനിയുടെ ചുമതല തന്നോന്ന് ചോദിക്കുക. അപ്പോൾ അഭി പറയുന്നുണ്ട്, എവിടെന്ന്, എനിക്ക് ഇതുവരെ ചുമതലയൊന്നും തരാൻ മുത്തശ്ശനെ കൊണ്ട് സാധിച്ചിട്ടില്ല. മുത്തശ്ശൻ പറയുന്നത് കുറച്ചുകൂടി കഴിയട്ടെ എന്നാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയാണ്, അതൊക്കെ എന്തൊരു ന്യായാഭി, കാര്യം നിന്നെ ഞാൻ ഒരുപാട് എതിർത്തിട്ടുണ്ട്. നിൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുവാണ് അവരെക്കാളൊക്കെ ബെറ്റർ നീ തന്നെയാണെന്ന്. ഇത്രയധികം വലിയ കള്ളത്തരങ്ങളും കുടുംബത്തിന് ദോഷവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ആദർശിന് ഈ കമ്പനിയുടെ MD സ്ഥാനം മുഴുവൻ കൊടുത്തിട്ട് നിനക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല പോലും തരാൻ മുത്തശ്ശൻ തയ്യാറായിരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അവിടെ ഒരു വേർതിരിവുണ്ട്. ഇനി നിൻ്റെ അമ്മയെ ചന്തുമോളെ പോലെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ അബി എന്ന് ചോദിക്കുക. അപ്പോൾ അബിയും പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഞാനും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഭയങ്കര വേർതിരിവൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് മുത്തശ്ശൻ എന്ന് അബി പറയാണ്.
അപ്പം നവിക്ക് നല്ല ദേഷ്യമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. നവ്യ പറയാണ്, ആ ചന്തുമോൾ ആ കൊച്ചെപ്പോഴും ഈ മുറിയിലേക്ക് കയറി വരും, കുഞ്ഞുവാവ കുഞ്ഞുവാവ എന്ന് പറഞ്ഞ്. എനിക്കതിനെ കാണുമ്പോൾ പോലും ദേഷ്യമാണ്. കാര്യം അതൊരു കുഞ്ഞു കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ എന്തോ എനിക്കതിനോട് നല്ല വെറുപ്പ് തോന്നുക. ഇവിടെ വരുമ്പോഴേ ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിടും. അതൊന്നും നയനയ്ക്കോ ആദർശിനോ ഒന്നും അത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ ആകാനേ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ അബിയും പറയുന്നുണ്ട്, ശരിയാ, എങ്ങനെയാ ആ കുഞ്ഞിനെ ഇവിടെ അടുപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്. ആ കൊച്ചു ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താലോ, അതുകൊണ്ട് അത് വരുമ്പോൾ ഇങ്ങോട്ട് കയറ്റണ്ട. എവിടെയൊക്കെയോ തെണ്ടി തിരിഞ്ഞ് നടന്ന കുഞ്ഞല്ലേ, എന്നിട്ടിപ്പം ആദർശിൻ്റെ ആണെന്നും പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ അബിയും പറയാണ്. അങ്ങനെ കള്ളൻ അബി അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കഴിയുമ്പോൾ അബിക്ക് ആകെപ്പാടെ ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈ കൊച്ചിനെ എന്തെങ്കിലും സംഭവിക്കുമോ? ഈ കൊച്ച് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നവിയോടെങ്ങാനും അടുക്കുമോ? അങ്ങനെ അവൾ സത്യങ്ങൾ എന്തെങ്കിലും അറിയുമോ? ഇനിയിപ്പോൾ ആദർശം എന്തുകൊണ്ടാണ് ഇതിനെയൊന്നും എതിർക്കാതെ സ്വന്തം കുഞ്ഞായിട്ട് തന്നെ അതിനെ അങ്ങ് വളർത്തുന്നത്? അതുപോലെ തന്നെ മുത്തശ്ശനും ഒരു DNA ടെസ്റ്റിലൂടെ അറിയാവുന്ന കാര്യമുള്ളൂ. എന്നിട്ട് പോലും മുത്തശ്ശൻ ഇതൊന്നും അന്വേഷിക്കാനും അറിയാനും ഒന്നും തയ്യാറാവുന്നില്ല. അതിൻ്റെ പിന്നിലും എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഇനി ആദർശം മുത്തശ്ശനും നയനയൊക്കെ ഒത്തുകളിക്കുന്നതാണോ? നയനെ ഇത്രയധികം പ്രകോപിപ്പിച്ചിട്ടും നയനയും അതിനെതിരൊന്നും നിൽക്കുന്നില്ല. നയനയെ അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അബി. എന്നിട്ട് അബി വിചാരിക്കുന്നുണ്ട്, ഇനി ഈ സത്യങ്ങളൊക്കെ ഇവരാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ഈ കൊച്ചിനെ ഇല്ലാതാക്കും. ഇത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അനഘയുടെ കാര്യവും പോയിക്കോളും. പിന്നെ ഇങ്ങനെ ഒരു ഭാരം എൻ്റെ തലയിലേക്ക് വന്ന് കയറില്ലല്ലോ എന്നൊക്കെ അബി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതേസമയം ആദർശിന് മൊത്തം ദോഷകാലമാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൂജകളൊക്കെ ചെയ്യാനായിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ജ്യോതിഷൻ. നമ്മുടെ ആ പുരോഹിതൻ പറയാണ്, വീട്ടിലെ കുറച്ച് പൂജകളും അതുപോലെ തന്നെ വ്രതവും ഒക്കെ എടുക്കണം ആദർശിൻ്റെ ഭാര്യ നയന. അതുപോലെ പൂജകളൊക്കെ ചെയ്യേണ്ടതും നേതൃത്വം കൊടുക്കേണ്ടതൊക്കെ നയന തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. കാരണം ആദർശനിപ്പം കുറച്ച് മോശ സമയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ അപകീർത്തിയൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്ന് പറയണം. അങ്ങനെ നയനയോട് വന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, മോളെ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പൂജകളൊക്കെ ചെയ്യണമെന്ന്. അതെന്താന്ന് വെച്ചാൽ ആദർശിൻ്റെ ദോഷ സമയമാണ്, അത് മാറാനും അതുപോലെ തന്നെ ദേവയാനിക്ക് വേണ്ടി അന്ന് കുറേ പൂജകളൊക്കെ നേർന്നിരുന്നു ആ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ നടന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ അതുമൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണമെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, മുത്തശ്ശ അത് ഞാൻ ചെയ്തോളാം, എനിക്കതൊരു പ്രശ്നമേ അല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തോളാം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജലജ പറയാണ്, എന്താ ഇത്, ഇവളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനയല്ലേ ഇവിടുത്തെ മൂത്ത മരുമകൾ, അപ്പോൾ പിന്നെ അവളല്ലേ അത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് ജലജ, അല്ല നയനയല്ല നവ്യയല്ലേ മൂത്ത മരുമകൾ, അവളല്ലേ അബിയുടെ ഭാര്യ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയാണ്, അബിയല്ലല്ലോ ആദർശല്ലേ ഇവിടുത്തെ മൂത്ത മകൻ കൊച്ചുമോൻ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക അവിടെ ഉണ്ട് കേട്ടോ, നമ്മുടെ അനാമിക. അപ്പോഴേക്കും ഉടനെ തന്നെ പറയുന്നുണ്ട്, അനാമികയ്ക്ക് ഇതൊന്നും ബാധകമല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ജാനകി. അപ്പം മുത്തശ്ശൻ പറയാം, അനാമിക ഇളയ മരുമകളല്ലേ, ആദർശിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നയന തന്നെയല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അതെ എന്തായാലും നയന തന്നെയായിരിക്കും ഈ പൂജകളൊക്കെ ചെയ്യുന്നത്, വേറെ ആരും അതിനിവിടെ കടിപിടി കൂടാനൊന്നും വരണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ നയന പൂജയൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ പൂജ ചെയ്യുക, എല്ലാവരും വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി നയനയെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴേക്കും അവിടെ നിന്നിട്ട് നമ്മുടെ ജലജയും ജാനകി അനാമികയൊക്കെ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എടത്തി എന്തിനാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവള് വന്ന് കയറിയതോടു കൂടിയാണ് ഈ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അങ്ങനെയുള്ള ഒരുത്തിയെ കൊണ്ട് ഈ പൂജ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്വന്തം ഭർത്താവിൻ്റെ കുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവളിവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഇവിടുത്തെ സ്വത്തും പണമൊക്കെ ആഗ്രഹിച്ചിട്ടല്ലേ എന്ന് ജലജ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ജലജയെ നീ ഒന്നും സംസാരിക്കാതെ ഇരിക്കുക, നിന്നെപ്പോലെ എല്ലാവരും സ്വത്തും പണമൊന്നും മോഹിച്ച് തന്നെയല്ല ജീവിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാണ്, പിന്നെ അതല്ലാതെ വേറെന്താ ആഗ്രഹിച്ചിട്ടാണ് ഇവളിവിടെ നിൽക്കുന്നത്, ഇവളിവിടെ നിന്നിപ്പം ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ആദർശേട്ടനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയാൽ കഞ്ഞി കുടിക്കാൻ നിവർത്തിയുണ്ടോ, അതില്ലാത്തത് കൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി എല്ലാ കാര്യങ്ങൾക്കും അങ്ങേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ആദർശനെ കണ്ടുപഠിക്കുന്നതാണല്ലോ എല്ലാവരും പറയാറ്, ഇപ്പം ഞങ്ങളൊക്കെ കണ്ടു പഠിക്കണോ? ഓ ഇനിയിപ്പം നയനയും കൂടി കണ്ടു പഠിക്കണമായിരിക്കും. തോന്നിവാസം ഇവളുടെ അനിയത്തിയുടെ കൂടെ നടക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമായിരിക്കും.
എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പം അനിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഞാൻ ദേ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങോട്ട് ചെന്നാൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെ നോക്കും. ഇവിടെ കിടന്ന് വലിയേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ ഇവിടുത്തെ മുത്തശ്ശനെ ഓർത്തിട്ടാ, ഈ കുടുംബത്തിൻ്റെ പേര് ഓർത്തിട്ടാ ഞാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ തന്നെ ഇങ്ങനെ നടന്നു പോകുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ദേവയാനിക്ക് ഇങ്ങനെ ഒത്തിരി നയനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ആകെ വിഷമായിട്ട് ദേവയാനി എല്ലാ സത്യങ്ങളും അങ്ങ് വിളിച്ച് പറയുക. ദേവയാനി പറയുന്നുണ്ട്, നിങ്ങളൊന്നും ഇത്രയും കലപില കൂട്ടണ്ട. ഞാൻ മരണക്കിടക്കയിൽ കിടന്നപ്പം എനിക്ക് കരൾ തന്ന് സഹായിച്ചത് ദേ ഇവളാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ കരൾ തന്ന പെൺകുട്ടി അന്വേഷിച്ച് ഞാൻ നടന്നെന്ന്. ഞാൻ കണ്ടെത്തി, നയനയാണ്. അവള് ഇത് താങ്ങി എനിക്ക് കരൾ നൽകാൻ വേറെ പലർക്കും സാധിക്കുമായിരുന്നല്ലോ, ആരും അത് ചെയ്തില്ല. എനിക്ക് വേണ്ടി അത് ചെയ്തത് ഇവളാണ്. എന്നിട്ട് ഞാനത് അറിയണ്ട എന്ന് പറഞ്ഞു. ആദർശം അവളും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മാത്രമേ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നെ അറിയിക്കാൻ കൂടി അവർ തയ്യാറായില്ല. പിന്നെ അതിനൊക്കെ ശേഷം ഞാൻ സ്വയം കണ്ടെത്തുകയായിരുന്നു ചെയ്തത് ഇവളാണെന്ന്. എന്നിട്ടും ഞാൻ ഇവളെ സ്നേഹിച്ചു. എനിക്കിനിയിപ്പം എൻ്റെ മകളാണ് ഇവള്, അല്ലാതെ എൻ്റെ മരുമകളല്ല. ഒറ്റ ഒരെണ്ണം ഇവളെ കുറ്റപ്പെടുത്താൻ ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്. ഈ അനന്തപുരി തറവാട്ടിലെ മൂത്ത മരുമകൾ നയന തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില അവകാശങ്ങൾ അവൾക്ക് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് വേറെ ആരും അതിലിടപെടാൻ വരരുതെന്ന് പറയുകയാണ് ദേവയാനി. ദേവയാനി ഈ സത്യം അങ്ങോട്ട് കരൾ തന്നത് നയനയാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ജാനകിയും ജലജയും അനാമികയും കൂടി അങ്ങ് കണ്ണു തള്ളി നിൽക്കുകയാണ് കേട്ടോ. ദൈവമേ, ഇവള് കരൾ തന്നോ? ഇതൊക്കെ എന്തിനാ ഇവളിങ്ങനെ ചെയ്തത് എന്ന് പറയാണ്. അപ്പം അനാമിക പറയാ, വേറെന്തിനു ചെയ്യാനാ, അതും ഇതിവിടെ തന്നെ താങ്ങി നിൽക്കാൻ. ഇപ്പം കണ്ടില്ലേ വല്യമ്മ അവളുടെ സൈഡായത്. വല്യമ്മയ്ക്ക് നയന എന്ന് പറയുന്ന പേര് പോലും കേൾക്കാൻ മേലായിരുന്നു. ഇപ്പം കണ്ടില്ലേ കരൾ കൊടുത്തതിൻ്റെ ഗുണം. ഈ ഗുണത്തിന് വേണ്ടിയിട്ടാണ് അവൾ കരൾ കൊടുത്തത്. ഒരു കരളിൻ്റെ ഭാഗം കൊടുത്തെന്ന് വെച്ചാൽ അവൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, കോടികളല്ലേ അവൾക്ക് നേട്ടമുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി അവിടെ കയറി അടിക്കുകയാണ്. ദേവയാനി പറയാം, മിണ്ടാതിരുന്നോണം അനാമികയെ, നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നയനെ വിലയിരുത്താനായിട്ട് ഒരുത്തിയും വരണ്ട എന്ന് ദേവയാനി തീർത്തങ്ങ് പറയുക. അങ്ങനെ എല്ലാവരും സത്യങ്ങളും അറിഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അഭി ആകെ പരിങ്ങലില്ല. അഭിയാണെങ്കിൽ റൂമിലിരുന്ന് ഫോൺ വിളിക്കുകയാണ് ആ ഗുണ്ടകളെ. എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ, അവൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, വല്ലോ ചലനോ സംസാരശേഷിയോ വല്ലതും തിരിച്ച് കിട്ടിയോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇവിടെ ജീവനോടെ ഇങ്ങനെ ജീവശവമായിട്ട് കിടക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതെ അങ്ങനെ കിടന്നോട്ടെ, കുഴപ്പമില്ല, പക്ഷെ നമുക്ക് അവളെ അങ്ങ് തീർക്കണം. ഇങ്ങനെ എത്ര നാളെന്ന് പറഞ്ഞാൽ കാത്ത് നമ്മൾ ഇരിക്കുന്നത്. ഇവക്ക് മാറ്റം ഉണ്ടാവോ എന്നൊക്കെ ഓർത്തിട്ട് മരണം വരുന്നുമില്ലല്ലോ അവക്ക്. പിന്നെ ദേ ഇവിടെ ഒരു കൊച്ചിനെ കൊണ്ട് നിർത്തിയിട്ടില്ലേ. ഇപ്പം എല്ലാവരും അത് ആദർശിൻ്റെ കൊച്ചായിട്ട് തന്നെ അങ്ങ് അംഗീകരിച്ചിരിക്കുക. അവനും അത് അങ്ങനെ തന്നെ പറയാണ്. അവൻ്റെ ഭാര്യയും അത് അംഗീകരിക്കുന്നു, അവൻ്റെ അമ്മയും അത് അംഗീകരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. അവരൊക്കെ എല്ലാം അറിഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാണ് അവരോട്. അപ്പോൾ പറയാണ്, അങ്ങനെ അറിഞ്ഞെങ്കിൽ സാറിങ്ങനെ അവിടെ നിൽക്കുകയല്ലോ, സാറിൻ്റെ മുത്തശ്ശനോട് പറയുകയും മുത്തശ്ശൻ അറിഞ്ഞാൽ സാറിനെ അവിടെ നാട്ടി ഇറക്കുകയും ചെയ്യല്ലേ. ഇപ്പം അവരാരും അങ്ങനെയൊന്നും ഒരു പെരുമാറുന്നില്ലല്ലോ, സംശയാസ്പദമായ രീതിയിൽ ആരും പെരുമാറുന്നില്ലല്ലോ. അപ്പോൾ അഭി പറയാണ്, അതാണ് എനിക്ക് പേടി. ഇത്രയൊക്കെ ഉണ്ടായിട്ട് മുത്തശ്ശനത് തെളിയിക്കാൻ ഒരു DNA ടെസ്റ്റിൻ്റെ ആവശ്യമേ അതുപോലും ചെയ്യാതെ മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് പേടിയുണ്ടാകുന്നത്. എല്ലാവരും കൂടെ നാടകം കളിച്ചതിനെ ട്രാപ്പിലാക്കാൻ നോക്കുകയാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ആ കുഞ്ഞിനെയും കൂടെ നമുക്ക് ഇല്ലാതാക്കണം. ഈ സത്യങ്ങളെങ്ങാനും നവ്യയും അതുപോലെ മറ്റുള്ളവരും അറിഞ്ഞാൽ മുത്തശ്ശൻ എന്നെ ഇവിടുന്ന് പുറത്താക്കും. ഇപ്പം തന്നെ നവ്യ അറിയരുതെന്ന് ഓർത്തായിരിക്കണം ചിലപ്പോൾ മറച്ചു വച്ചിരിക്കുന്നത്. അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശൻ എന്നെ ഇവിടെ നിർത്തില്ല. അതുകൊണ്ട് അതിനൊക്കെ മുമ്പ് ഒന്നെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കണം. ആ കുഞ്ഞിവിടെ നിൽക്കുന്ന അത്ര സേഫ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനെ കൂടി അങ്ങ് കൊന്നു കളഞ്ഞാൽ അങ്ങ് പ്രശ്നം തീരും. അനഘ പിന്നെ ഒരു കിടപ്പ് രോഗിയാ, ഏത് സമയം വേണേലും ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് തീരാവുന്നതേ ഉള്ളൂ. അത് നമുക്കങ്ങ് തീർക്കുകയും ചെയ്യാം. കൊച്ചിനെ കൂടി എങ്ങനെയും ഇല്ലാതാക്കണം. നിങ്ങളോട് ഞാൻ പറയാണ്, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായ ആ സമയം നീയൊക്കെ എനിക്ക് സഹായത്തിനായിട്ട് ഇവിടെ എത്തണം എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നവ്യ അങ്ങ് കേൾക്കുകയാണ്. അപ്പം നവ്യയ്ക്ക് സത്യം പിടികിട്ടുകയാണ് കേട്ടോ. ചന്തുമോളുടെ അച്ഛൻ നമ്മുടെ അഭിയാണ് അനഘയെ ചതിച്ചതെന്നും ഇപ്പം ഇവിടെ ഈ നാടകം കളിക്കുന്ന മുഴുവൻ അഭിയാണെന്നും ഒക്കെ മനസ്സിലാവുക. അത് കേട്ടങ്ങ് സ്തംഭിച്ച് നിൽക്കുകയാണ് നമ്മുടെ നവ്യ.
അപ്പം അബിയാണെങ്കിൽ കാട്ടിലിരുന്ന് ഇങ്ങനെ ഫോൺ വിളിക്കുകയല്ലേ. പെട്ടെന്ന് നവ്യ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് കയറി വരിക. അപ്പോൾ അബി ഞെട്ടിപ്പോവാണ് കേട്ടോ. നവ്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ ഞെട്ടി നോക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം അവൾ കേട്ടോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഫോണൊക്കെ അബിയുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോവുക. അബി ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അപ്പം നവ്യ നന്നായിട്ട് അഭിനയിക്കുക. നവ്യ പറയും, എന്താ എനിക്ക് റൂമിലേക്ക് വരാൻ വേണ്ടി. ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ നീ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നത്? നീ ആരെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? അപ്പോൾ അബി പറയുന്നുണ്ട്, നീ എന്തെങ്കിലും കേട്ടോ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേട്ടോ? അപ്പം നവ്യ പറയാം, ഏയ് ഒന്നും കേട്ടില്ല. എന്തോ ഞാൻ കയറി വന്നപ്പോഴേ നീ ഫോൺ താഴെ ഇട്ടില്ലേ? എന്തിനാ ഫോൺ താഴെ ഇട്ടെ? എന്താണ് ഫോണിലുള്ളത്? ഏയ് ഒന്നും ഇല്ല. ഇനിയൊന്നും മിണ്ടാതിരിക്കുക. ആകെപ്പാടെ മനുഷ്യൻ ടെൻഷൻ അടിച്ച് നടക്കുമ്പോഴാ എന്ന് പറഞ്ഞ് അബി റൂമിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോവുക. അപ്പം നവ്യക്ക് കാര്യങ്ങൾ അറിയാലോ. നവ്യ പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുവാണ്. അപ്പോൾ പല കോളുകളും കാണുക കേട്ടോ. അനഘ വിളിച്ചിരിക്കുന്നതും അനഘയായിട്ടുള്ള വാട്സപ്പ് ചാറ്റും എല്ലാം നവ്യ കഴിക്കുക. അപ്പോൾ നവ്യക്ക് പിന്നെ ഇനി സംശയമില്ല, ആദർശിനെ അറിയാതെ തെറ്റിദ്ധരിച്ച് പോയല്ലോ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ നവ്യ ഈ സത്യങ്ങളൊന്നും പുറത്ത് പറയുന്നില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ ചന്തുമോളെ എങ്ങാനും അബി ഇല്ലാതാക്കിയാലോ എന്നൊരു പേടി നവ്യയ്ക്കും ഉണ്ട്. അതേസമയം ദേവയാനിയും ആദർശും നയനിയും ഒക്കെ ചന്തുമോളെ ഒരുപാട് സ്നേഹിക്കുക. അതൊക്കെ കണ്ടിങ്ങനെ വിഷമത്തോടെ നവ്യ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അബിയുടെ കുഞ്ഞാണല്ലോ എന്ന് ഓർക്കുമ്പം. എന്നിട്ടും ആദർശും നയനിയും അതിനെ സ്നേഹിക്കുന്നത് കാണുമ്പം ആകെ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ നവ്യയ്ക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്